ഇന്നത്തെ റെസിപ്പി യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന മാവ് കലക്കി ചപ്പാത്തിയും പത്തിരിയും ഒക്കെ നമ്മളെല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പൊറാട്ടയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ റെസിപ്പി. മാവ് കലക്കിയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. മാവ് കുഴയ്ക്കാതെ പരത്താതെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളൊക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതിന് വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് ഇൻസ്റ്റൻറ്റ് പൊറാട്ട ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പൊടി യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ മുട്ടയും മൈദയും നല്ലപോലെ ഒന്ന് ഫസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് കേട്ടോ. പെട്ടെന്നൊരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സാധാ നോർമൽ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം വെള്ളം നിങ്ങൾ കുറച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാം. പെട്ടെന്ന് ഒരുപാട് കൂടുതൽ ഒഴിക്കരുത് കേട്ടോ ഫസ്റ്റ് തന്നെ. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു പരുവം നോക്കിയിട്ട് വേണം കുറച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കുന്ന മാവാണല്ലോ നമ്മൾ ചെയ്തെടുക്കുന്നത്. ആ ഒരു രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടണം. കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കുക കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ ഒരു വിസ്കൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ലപോലെ ഒന്ന് മിക്സായിട്ട് കിട്ടും. ഇത്രേ ഉള്ളൂ കേട്ടോ. ഏകദേശം ഈ ഒരു പരുവത്തിൽ നമ്മളെ മാവ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഞാൻ ഇവിടെ ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഒരു ബോട്ടിലേക്ക് നമ്മളെ മാവൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോട്ടിൽ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. സാധാ ഒരു ബോട്ടിലിന് ഒരു ഹോൾ ഇട്ട് കൊടുത്താലും മതി. ഇനി അതല്ലെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗ് എങ്കിലും എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സൈഡ് അടി കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലത്തെ നോർമൽ കവറാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് പാന് ചൂടായതിന് ശേഷം ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് കുറച്ചൊരു ഇടയിലൊക്കെ ഒന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. ഇനി ഏകദേശം മുകളിലൊക്കെ ഒന്ന് ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടും കൂടി ഒന്ന് മൊരിച്ചിട്ടെടുക്കണം. അപ്പോൾ 2 സൈഡും നല്ലപോലെ മൊരിച്ചിട്ടെടുത്താൽ മതി കേട്ടോ. ഇതേപോലെ നമുക്ക് എല്ലാ പൊറാട്ടയും ചെയ്തെടുക്കാം. ഇത് നമ്മുടെ നൂൽ പൊറാട്ടേൻ്റെ ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഇത് ചൂടോടെ കഴിക്കാനാണ് അടിപൊളി. ഏകദേശം പൊറാട്ട കഴിക്കും പോലെ തന്നെ ഉണ്ട്. ചൂട് തണിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാം ചുട്ടെടുത്തതിന് ശേഷം ലാസ്റ്റ് ഒന്ന് മൊത്തമായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നോർമൽ പൊറാട്ടേനേക്കാളും ഭയങ്കര ഈസിയാണ് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതോ. ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ വീട്ടിൽ ആർക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ റിവ്യൂ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ. താങ്ക് യു.